നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കാതെ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് എടുത്ത് കഴിയുമ്പോൾ അത് വിറ്റ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതും ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്ത് റീസെല്ലിംഗ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ റീസെല്ലിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലില്ല അല്ലെ? അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന്റെ വീഡിയോസ് ഡയറക്റ്റ് ഇടാനോ അതല്ലെങ്കിൽ പ്രോഡക്റ്റ് നമുക്ക് നേരിട്ട് പിടിച്ചിട്ട് ഫോട്ടോസോ ഒന്നും ഇടാനായിട്ട് ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുമ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു റീസെല്ലിംഗ് ബിസിനസിന്റെ ഒന്നാമത്തെ പ്രോബ്ലം വരുന്നത്. അടുത്തൊരു പ്രശ്നം വരുന്നത്, നമ്മൾ ഈ ഒരു പോസ്റ്റ് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചേക്കാം. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നൊരു ലോസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടല്ലേ? അപ്പൊ ഒരു റിലേഷൻ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും റിട്ടേൺ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ആ ഒരു എമൗണ്ട് റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് ആ ഒരു റീസെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നൽകിയ ആൾ ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ആയിട്ട് എടുക്കണം എന്നില്ല അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും പ്രോഡക്റ്റ് നല്ലതാണോ അതല്ലെങ്കിൽ അത് എത്രമാത്രം ആ ഒരു പ്രൈസിനുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നതിനൊക്കെ വേണ്ടി റീസെല്ലിംഗ് സെലക്ട് ചെയ്യാതിരിക്കുക. എപ്പോഴും ചെറിയൊരു എമൗണ്ടിനാണെങ്കിൽ പോലും പ്രോഡക്റ്റ് ഡയറക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഏത് ബിസിനസ്സും ചെയ്യുന്നതാണ് നല്ലൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നമ്മളിപ്പോൾ റീസെല്ലിംഗ് ചെയ്യുമ്പോൾ വാങ്ങിച്ച ആളുകൾ നമ്മുടെ പിന്നീട് വാങ്ങാനായിട്ടുള്ള സാധ്യത ഇല്ലല്ലേ? കാരണം പ്രോഡക്റ്റിന് ആ ഒരു ലോ ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രം റീസെല്ലിങ്ങിന് വേണ്ടി പ്രോഡക്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ച് A to Z ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സെക്ഷനും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും ആണ് കേട്ടോ വരുന്നത്. ലൈഫ് ലോങ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ.